ഏറ്റവും വലിയ പ്രതിഫലം അളവില്ലാതെ കണക്കില്ലാതെ വാരിക്കോരി നൽകപ്പെടുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ക്ഷമ എന്നുള്ളത്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാലുക്കൾ അവരുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് പരിപൂർണമായി പൂർത്തിയാക്കി നൽകപ്പെടും. ബിഗൈരി ഹിസാബിൻ, ഒരു കണക്കുമില്ലാതെ എന്നാണ് അല്ലാഹു പറയുന്നത്. ക്ഷമക്കുള്ള പ്രതിഫലത്തിന് കണക്കില്ല, അളവില്ല. അത്രത്തോളം വലിയ പുണ്യകർമ്മമാണ് ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത്. ഈ ക്ഷമ ഇത്രത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യമായത് എന്തുകൊണ്ടാണ്? ഇത് 3 വിധത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ നിലക്കെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ക്ഷമ? എന്താണ് ഈ സഹനം? ഒരാളോട് പറയാൻ എളുപ്പമാണ്, നീ സഹിക്ക്, നീ ക്ഷമ പാലിക്ക് എന്നൊക്കെ നമുക്ക് ഒരാളോട് ഉപദേശിക്കാനും പറയാനുമൊക്കെ എളുപ്പമാണ്. പക്ഷേ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത്. 3 വിധത്തിൽ ക്ഷമയെ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. ഒന്ന്, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട്, റബ്ബിനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. 1. 2, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ, ഹറാമുകൾ ചെയ്യാതെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ അപാരമായ ക്ഷമ ആവശ്യമുണ്ട്. നമ്പർ 2. മൂന്നാമത്തെ ഇനം, ഇത് രണ്ടുമല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന മുസീബത്തുകളാണ്, ആപത്തുകളാണ്, പരീക്ഷണങ്ങളാണ്. അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുവാനും സഹിക്കുവാനുമുള്ള കഴിവ് നേടലാണ് മൂന്നാമത്തെ ഇനം. ഈ 3 വിഭാഗം ക്ഷമയും നമ്മളിൽ ഒത്തിണങ്ങിയാലേ നമ്മൾ സാബിറാണ്, ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ.